ഇന്ന് ഞങ്ങളുടെ യാത്ര മറ്റെങ്ങോട്ടുമല്ല, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളോട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ലയായ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഏകദേശം 45 കിലോമീറ്റർ മാറിയുള്ള കർണാടകയിലെ ഗുണ്ടൽപേട്ടിലേക്കാണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു മഴക്കാലത്തായതിനാൽ തന്നെ കാട്ടിലൂടെ പച്ചമ്പം കണ്ടുള്ള യാത്ര ഒരു പ്രത്യേക അനുഭൂതി നമുക്ക് സമ്മാനിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക്. ഇതാണ് കേരള കർണാടക ബോർഡർ. വന്യമൃഗങ്ങൾ ഒരുപാടുള്ള ഫോറസ്റ്റ് ആയതിനാൽ വേഗത നിയന്ത്രിക്കാൻ ഒരുപാട് ഹമ്പുകൾ റോഡിൽ കാണാം. വാഹനം നിർത്താനോ മൃഗങ്ങൾക്ക് ഫുഡ് കൊടുക്കാനോ പാടില്ലെന്നുള്ള വാണിംഗ് ബോർഡുകൾ നിരവധി സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞ് നമ്മൾ ഗ്രാമപ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. നമ്മളെ ഏറെ അതിശയിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടെ നോക്കത്താ ദൂരത്തോളം ഇവർ കൃഷി ചെയ്തിരിക്കുന്നത്. ഗ്രാമീണരുടെ പ്രധാന വരുമാന മാർഗം കൂടിയാണ് കൃഷി. കേരളത്തിലേക്ക് വരുന്ന പച്ചക്കറികളുടെ ഭൂരിഭാഗവും ഇവിടെ നിന്നാണെന്ന് തന്നെ പറയാം. അടുക്കും ചിട്ടിയോടും കൂടിയ കൃഷിപ്പാടം കാണാൻ തന്നെ നല്ല രസമാണ്. ഞങ്ങളെ ഇവിടേക്ക് വരാനുള്ള പ്രധാന കാരണം എന്താണെന്നോ? ഇത് തന്നെ. നോക്കത്ത ആ ദൂരത്തോളം നിരന്നു കിടക്കുന്ന പൂപ്പാടം തന്നെ. ഇത് കാണാനായി മാത്രമാണ് ഞങ്ങൾ വന്നത്. ചെണ്ടുമല്ലി വളർന്നു വരുന്നതേയുള്ളൂ. എന്നാൽ എല്ലായിടത്തും സൂര്യകാന്തിയാണ് ഇപ്പോൾ തലയെടുപ്പോടെ നിൽക്കുന്നത്. മെയിൻ ഹൈവേയിലൊക്കെ പൂക്കളുടെ അടുത്ത് പോയി ഫോട്ടോ എടുക്കുന്നതിന് അവർ നമ്മളോട് ചെറിയ പൈസ ഈടാക്കും. എന്നാൽ ഉൾഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ അതൊന്നും പ്രശ്നമല്ല കേട്ടോ. ഇവിടെയുള്ള ഒരു പ്രധാന പ്രശ്നം കാറ്റാണ്. ഗോപാൽസ്വാമി ഹിൽസിൽ പോകാൻ കൂടിയായിരുന്നു ഞങ്ങൾ വന്നത്. പക്ഷേ അത് നൈസായിട്ടൊന്ന് പാളി. അവിടെ അമ്പലത്തിലെ എന്തോ വിശേഷ പൂജ നടക്കുന്നതിനാൽ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഫുഡ് കയ്യിൽ കരുതിയതിനാൽ വൃത്തിയുള്ളൊരു സ്ഥലം കണ്ട് അവിടെ വണ്ടി സൈഡാക്കി. എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിരുന്നു. ആന ഉണ്ടാക്കിയ നല്ല ചിക്കൻ കറിയും ചപ്പാത്തിയും റോഡ് സൈഡിൽ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. കാറ്റ് കാരണം ചപ്പാത്തി വരെ പാറിപ്പോയി. ഒന്നും പറയാനുള്ള പാവമായിട്ടുണ്ട്. നല്ല അടിപൊളി കാറ്റ്, അടിപൊളി ഫുഡ്. ഞങ്ങൾ ശരിക്കും യാത്രകളെ സ്നേഹിക്കുന്നവരെ കൂടെയുള്ള യാത്ര അതൊരു പ്രത്യേക വൈബാട്ടോ.